ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോണച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നലത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്നലത്തെ ചോദ്യം, റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിന്റെ സ്ഥിതി, സ്വർഗത്തിൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നായിരുന്നു. അപ്പോൾ സ്വർഗത്തിൽ സ്ഥിതി എന്തായിരിക്കും എന്നതിൻ്റെ കൂടെയാണ് നമ്മൾ പറഞ്ഞത്, റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും. ചില കുട്ടികൾ, മുഴുവൻ മാർക്കൊക്കെ കിട്ടിയ കുട്ടികൾ വളരെ അഭിമാനത്തോടുകൂടെ കോളേജിൽ ചെന്നിട്ട് പറയും, അഡ്മിഷൻ വേണം എന്ന് പറയും, അല്ലെങ്കിൽ അഡ്മിഷൻ എഴുതി കൊടുക്കും. അവർക്ക് കോൺഫിഡൻ്റ് ആണ്, ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നത് ഉറപ്പാണ്. ഇനി കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് കുറഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യും? വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് മാനേജ്മെന്റ് സീറ്റ് കോട്ടയിൽ സീറ്റുണ്ടോ എന്ന് ചോദിക്കും. ഹല്ലേലൂയ. അതിനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ അച്ഛൻ പറയും, ഇവിടെ സീറ്റൊന്നുമില്ല. അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ അഭിമാനിക്കാൻ അർഹതയുള്ള വേലക്കാരെന്നതുപോലെ പ്രത്യക്ഷപ്പെടുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പൗലോസ് പറയുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ, അതായത് മരണത്തിന് ശേഷമുള്ള കാര്യമാവാം, കർത്താവിൻ്റെ സന്നിധിയിൽ അഭിമാനിക്കാൻ അർഹതയുള്ള, നേരത്തെ പറഞ്ഞതുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥി എന്നതുപോലെ, ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ലാത്തതുപോലെ അഭിമാനിക്കാൻ അർഹതയുള്ള ഒരു വേലക്കാരൻ എന്നതുപോലെ പ്രത്യക്ഷപ്പെടുന്നതിനു വേണ്ടി എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്യണം. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് മടങ്ങിപ്പോയാൽ, ഒരു വിദ്യാർത്ഥി കഠിനാധ്വാനം ചെയ്തു അവർക്ക്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അഭിമാനിക്കാൻ അർഹതയുള്ളൊരു മാർക്ക് കിട്ടി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതിയിൽ എനിക്ക് അഭിമാനിക്കാൻ അർഹതയുള്ള ഒരാളായിട്ട് ഞാൻ മാറുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതിനു വേണ്ടി പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, നീ കഠിനാധ്വാനം ചെയ്യുവിൻ. കാരണം ഇത് വെറുതെ കിട്ടുന്ന ആത്മീയ പൂർണ്ണത എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല. എല്ലാ മാസവും 2000 രൂപ അക്കൗണ്ടിലേക്ക് ഫ്രീ ആയിട്ട് വരുന്നത് അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കേണ്ടതാണ്. ഇന്ന് എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ പ്രത്യേകമായി അമ്മ ത്രേസ്യയുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസങ്ങളാണ് വ്യാഴാഴ്ച. അമ്മ ത്രേസ്യ എങ്ങനെയാണ് ഈ പൂർണ്ണതയെ പ്രാപിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്തത് എന്ന് നമ്മൾ ധ്യാനിക്കുകയും, എപ്രകാരമാണ് കഠിനാധ്വാനം ചെയ്യേണ്ടതെന്ന് അമ്മ ത്രേസ്യ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പഠിക്കുകയും ഓർക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. നമുക്ക് ഇന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ എല്ലാ കഴിവുകളോടും കൂടെ, എൻ്റെ സമയം, എൻ്റെ സമ്പത്ത്, എൻ്റെ ജോലി, എൻ്റെ ഭവനം, എൻ്റെ വാഹനം, എൻ്റെ സ്ഥാനമാനങ്ങൾ, അങ്ങനെ എൻ്റെ കുടുംബം, അങ്ങനെ എനിക്കുള്ള എല്ലാ സാഹചര്യങ്ങളോടും കൂടെ ഞാൻ അങ്ങയുടെ ഒരു വിശ്വസ്തനായി, അഭിമാനിക്കാൻ അർഹതയുള്ള ഒരു വേലക്കാരനായി അങ്ങയുടെ തിരുമുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ
എന്ന് നമുക്ക് ദിവ്യബലി അർപ്പിച്ച് തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, പിതാവായ ദൈവമേ,